സമകാലികം. വൃത്തിയുള്ള ഭക്ഷണം, ശുദ്ധമായ കുടിവെള്ളം, ഇതൊക്കെ നമ്മൾ ഓരോരുത്തരുടെയും അവകാശവും മികച്ച ആരോഗ്യത്തിന്റെ അടിസ്ഥാനവുമാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായിട്ട് പുറത്തുവരുന്ന വാർത്തകൾ നമ്മളെ അസ്വസ്ഥമാക്കുകയാണ്. കാരണം ജില്ലയിൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലായി നിരവധി പേരാണ് ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സ തേടിയിട്ടുള്ളത്. വിശ്വസിച്ച് നാം കഴിക്കുന്ന ഭക്ഷണം വിഷമാകുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ജീവൻ നിലനിർത്തുന്നതിനായി കഴിക്കുന്ന ഭക്ഷണം ജീവൻ എടുക്കുന്ന സാഹചര്യം ചർച്ച ചെയ്യുകയാണ് ഇന്നത്തെ സമകാലികത്തിൽ. എന്റെ പേര് ജി ജയപാൽ. ഞാൻ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റാണ്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം ഒരു ഹോട്ടലുണ്ടായ ഷിഗല്ല ബാധയാണ് എന്ന് പറയപ്പെടുന്നു. കുറച്ചുപേർ ആശുപത്രിയിലായി. ഇങ്ങനെയുള്ള ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ എപ്പോഴും വളരെ വേദനാജനകമായ കാര്യം തന്നെയാണ്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ മുഴുവൻ 14 ജില്ലകളിലും ജില്ലാതലത്തിലും അതുപോലെ തന്നെ യൂണിറ്റ് തലത്തിലും ഒരു ഹൈജീൻ മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് രൂപം കൊടുത്തിട്ടുണ്ട്. ഈ ഹൈജീൻ മോണിറ്ററിംഗ് കമ്മിറ്റി ഓരോ സ്ഥാപനത്തിലും പരിശോധന നടത്തി അവർക്ക് പ്രത്യേകമായിട്ടുള്ള പരിശീലനം കൊടുക്കും. FSS ഉദ്യോഗസ്ഥരുടെയും ഹെൽത്ത് ഉദ്യോഗസ്ഥരുടെയും പരിശീലനം കൊടുത്തിട്ടാണ് ഇവരെ തെരഞ്ഞെടുക്കുന്നത്. അവരുടെ നേതൃത്വത്തിൽ ഓരോ യൂണിറ്റിലും ഓരോ സ്ഥാപനത്തിലും കയറി അവിടെ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ ഗുണനിലവാരം, അതുപോലെ തന്നെ അവിടെ ഹൈജീൻ ആണോ നടക്കുന്നത്, അതുപോലെ തന്നെ ഓരോ തൊഴിലാളികൾക്ക് ഹെൽത്ത് സർട്ടിഫിക്കറ്റും, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പഠിക്കുകയും അവരെ ബോധവാന്മാരാക്കുകയും ഒപ്പം തന്നെ ഒരു ചാർട്ട് ഇതിനു വേണ്ടി നമ്മൾ തയ്യാറാക്കിയിട്ട് ആ ചാർട്ടിൽ ഓരോന്നിനും മാർക്ക് ഇട്ടുകൊണ്ട് അവരെ സ്വമേധയാ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഒരു FSSA നിയമത്തിന്റെ പരിധിയിലേക്ക് അല്ലെങ്കിൽ FSSA നിഷ്കർഷിക്കുന്ന രീതിയിൽ ആ സ്ഥാപനത്തെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ചിന്തയോടുകൂടി തന്നെ നമ്മളവിടെ പ്രവർത്തനം നടത്തുന്നുണ്ട്. പക്ഷെ എന്നാലും നമുക്കറിയാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 1 ലക്ഷത്തോളം സ്ഥാപനങ്ങളുണ്ട്. പലപ്പോഴും ഈ വെള്ളത്തിൽ നിന്ന് പകരുന്നത് പലപ്പോഴും നമുക്കറിയാം പലയിടത്തും ഉപയോഗിക്കുന്നത് വാട്ടർ അതോറിറ്റിയുടെ വെള്ളമാണ്. വാട്ടർ അതോറിറ്റിയുടെ വെള്ളം പോലും നമുക്ക് ശുദ്ധമായിട്ട് ഉപയോഗിക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ സാധിക്കില്ല. നമ്മളിത് കുറ്റം ആരുകളുടെയും പേരിൽ അടിച്ചേൽപ്പിക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. സത്യസന്ധവും ഗുണനിലവാരമുള്ളതുമായ റോ മെറ്റീരിയൽസ് ഹോട്ടലുകൾക്ക് കിട്ടേണ്ട ചുമതല സംസ്ഥാന സർക്കാരുകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പോകുന്ന പല ഓടയിലേക്ക് കൂടിയൊക്കെ പോകുന്ന പൈപ്പ് പലയിടത്തും പൊട്ടുന്നുണ്ട്. അങ്ങനെയുള്ള പൊട്ടിയിൽ കൂടി പലപ്പോഴും നമ്മൾ അത് കണ്ടാമിനേഷൻ ആയിട്ട് ജലം കയറാനും അത് ജലത്തിൽ മറ്റുള്ള അണുക്കൾ കയറാനും അത് രോഗബാധിതരായി തീരാനൊക്കെ ഇടയുണ്ട്. പലപ്പോഴും അതിപ്പോ നമുക്കറിയാം വെള്ളം തിളപ്പിച്ചു കൊടുത്താൽ മാത്രമല്ല അതേ വെള്ളം തന്നെയാണ് കുലുക്കുഴിയാനൊക്കെ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ ആളുകൾക്ക് അറിയാതെ അത് വയറ്റിലേക്കൊക്കെ പോകാം. അപ്പൊ അങ്ങനെയുള്ള ശുദ്ധജലം ലഭ്യമാക്കേണ്ട ചുമതല സർക്കാരുകൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷനും ഒക്കെ ഉണ്ട്. അതെല്ലാം പരിഹരിക്കണം. ഒപ്പം തന്നെ ഹോട്ടലുകാരുടെ ഭാഗത്തുനിന്ന് 100% സുരക്ഷിതമായ ഭക്ഷണം കൊടുക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തണം എന്ന് തന്നെയാണ് അസോസിയേഷന്റെ തീരുമാനവും നടപ്പാക്കലും. അതുകൊണ്ടാണ് ഞങ്ങൾ ഹൈജീൻ മോണിറ്ററിംഗ് കമ്മിറ്റിക്കൊക്കെ സ്വമേധയാ തീരുമാനമെടുത്ത് പരിശോധന നടത്തി അംഗങ്ങളെ ബോധവൽക്കരിച്ച് നല്ല ഭക്ഷണം കൊടുക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ഹോട്ടലുകളെ അല്ലെങ്കിൽ റെസ്റ്റോറന്റുകളെ പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും സംഘടന ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റോ മെറ്റീരിയൽസിന്റെ ഗുണനിലവാരം. നമുക്കറിയാം നമ്മുടെ ഇവിടെയൊക്കെ സ്ലോട്ടർ ഹൗസ് ഇല്ല. നല്ലൊരു സ്ലോട്ടർ ഹൗസ് നമ്മുടെ കേരളത്തിൽ ഇല്ലാത്ത വലിയൊരു പ്രശ്നമാണ്. ഇറച്ചി പോലുള്ള സാധനങ്ങൾ നമ്മൾ മീറ്റ് മേടിക്കുമ്പോൾ കുഴപ്പം എന്താ വെച്ചാൽ ഇതൊക്കെ 2 മണിക്കൂറിനുള്ളിൽ തന്നെ മീറ്റ് വെട്ടി നമ്മുടെ സ്ഥാപനത്തിലേക്ക് എത്തുന്നില്ല. ഇവിടെ ചില്ലഡ് മീറ്റ് അല്ല കൂടുതൽ ഉപയോഗിക്കുന്നത്, ലൈവ് മീറ്റ് ആണ് ഇവിടെ കൂടുതൽ ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൽ കണ്ടാമിനേഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് തയ്യാറാക്കുന്ന സ്ഥലങ്ങൾ അത് തികച്ചും ശുചിത്വമുള്ളതും അതുപോലെ തന്നെ വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ വേണം ഇറച്ചി വെട്ടാനും ഇറച്ചി കൊണ്ടുവരാനും ഒക്കെ. അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഗവൺമെന്റ് ശ്രദ്ധിക്കുകയും കൂട്ടായ ഒരു പ്രവർത്തനം ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ 100% FSS ഉദ്യോഗസ്ഥരുമായിട്ടും ഹെൽത്ത് ഉദ്യോഗസ്ഥരുമായിട്ടും ഗവൺമെന്റുമായിട്ടൊക്കെ സഹകരിച്ചുകൊണ്ട് കഴിയുന്നത്ര നല്ല ഭക്ഷണം നമ്മുടെ സമൂഹത്തിൽ കൊടുക്കുവാനും വൃത്തിയുള്ള ശുചിത്വമുള്ള അന്തരീക്ഷം ഹോട്ടലിൽ ഉണ്ടാക്കുവാനുള്ള എല്ലാ ശ്രമങ്ങൾക്കും വേണ്ടിയിട്ട് ഈ ഇൻസ്റ്റിറ്റ്യൂഷനോടൊക്കെ ഒപ്പം നിൽക്കുന്ന ഒരു സംഘടനയാണ്. തീർച്ചയായിട്ടും നല്ലൊരു പ്രവർത്തനം കൊണ്ട് നമുക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങൾ കൂടി ഒഴിവാക്കിക്കൊണ്ട് കേരളത്തിൽ നല്ല ഒരു പൊതുജനത്തിന്റെ ആരോഗ്യത്തിന് ഗുണകരമായ ഒരു ഭക്ഷണ സംസ്കാരം നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ വിശദീകരിക്കുന്നു പാചക വിദഗ്ധൻ TG രാജേഷ്. ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കണം മാത്രമല്ലല്ലോ, അത് ഫാം ടു ഫോർക്ക് എന്നാണ് നമ്മൾ പറയാറ്. ഫുഡ് വരുന്ന സംഭവം തൊട്ട് മെറ്റീരിയൽ വരുന്ന സംഭവം തൊട്ട് ആരിൽ നിന്ന് എന്തിൽ നിന്നാണ് വന്നതിന് അനുസരിച്ച് അത് പ്രോപ്പറായിട്ട് റിസീവ് ചെയ്ത് അതിന്റെ പ്രോപ്പർ ടെമ്പറേച്ചർ നമ്മൾ കീപ്പ് ചെയ്ത് അത് വേണ്ട രീതിയിൽ മിസംബ്ലാസ് തയ്യാറാക്കി ഫുഡ് ഉണ്ടാക്കി ടേബിളിൽ പോയി ഗസ്റ്റ് ഹാപ്പി ആയോ എന്ന് നോക്കിയിട്ടല്ലേ നമ്മൾ അത് കംപ്ലീറ്റ് ആവുള്ളൂ. ആ സർക്കിൾ നീഡ് ടു ബി കംപ്ലീറ്റ് പ്രോപ്പർലി എന്ന് പറയുമ്പോൾ അതിന്റെ റിക്വയർഡ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് അത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യും. ഫോർ എക്സാമ്പിൾ വെജിറ്റബിൾസ് ഒക്കെ വരുന്നുണ്ട്, പല സ്ഥലത്തു നിന്നാണല്ലോ വരുന്നത്. പല സ്ഥലത്തു നിന്ന് വരുന്ന സംഭവങ്ങൾ നമ്മളൊക്കെ എന്താ ചെയ്യുന്നതെന്ന് കിച്ചണിൽ അത് കയറുന്നതിന് മുമ്പ് തന്നെ അത് പ്രീ വാഷ് ചെയ്തിട്ടേ നമ്മൾ കിച്ചണിലേക്ക് കയറുള്ളൂ. കിച്ചണിലേക്ക് കയറി അതിന്റെ സ്പെസിഫൈഡ് ക്രൈസ് ഉണ്ടാവും, ആ ക്രൈസിൽ സ്റ്റാക്ക് ചെയ്ത്
കോൾഡ് റൂമില അല്ലെങ്കിൽ വെജിറ്റബിൾ ചില്ലർ റൂമില അത് കീപ്പ് ചെയ്യുന്നു. എന്നിട്ട് അതിന്റെ ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കുന്നു. പക്ഷെ അപ്പോഴും നമ്മുടെ കിച്ചണിലേക്ക് ഒരു പ്രോപ്പർ ആയിട്ട് ആണ് ഇത് സെക്യൂർ ആയിട്ട് അത് കയറുന്നത്. അതുപോലെ മീറ്റ അല്ലെങ്കിൽ മറ്റേ എഗ്ഗ് അത് സ്റ്റോർ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ പ്രോപ്പർ വേണ്ട ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് ആ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള റെക്കോർഡ് കൂടി നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓരോ മണിക്കൂറിലും അല്ലെങ്കിൽ ഒരു ഡെയിലി മോർണിംഗ്, ഈവനിങ്, പിന്നെ നൈറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് 3 സമയത്ത് ഈ ടെമ്പറേച്ചർ എടുത്താൽ ടെമ്പറേച്ചർ ലോഗ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആ കീപ്പ് ചെയ്യുന്ന സ്ഥലത്തിന്റെ. ഇതൊക്കെ എന്തെങ്കിലും വേരിയേഷൻ വന്നാൽ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ ഇടപെടും, സംസാരിക്കും, അത് റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോകും. അപ്പൊ ആ സിസ്റ്റം ഇൻ പ്ലേസ് എന്ന് പറഞ്ഞാൽ വി ആർ സേഫ്. ഇനി ഈ പറഞ്ഞ പോലെ ഒരു ഫുഡ് എന്ന് പറയുമ്പോൾ വെരി ഈസി. ഒരു ഫുഡ് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഷുഡ് ബി എന്താ പറയാ, ബിരിയാണി എന്നൊക്കെ പറഞ്ഞാൽ ഇനി പിടിക്കാൻ മേക്ക് ബിരിയാണി. അത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സേഫ്റ്റിയും അതിന്റെ സ്റ്റാൻഡേർഡൊക്കെ കീപ്പ് ചെയ്ത് നമ്മളൊരു കൊമേഴ്ഷ്യൽ രീതി ചെയ്യുമ്പോൾ അത് കീപ്പ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ റിസ്ക് ഇല്ല. നമ്മൾ പല സ്ഥലത്തൊക്കെ കാണാറുണ്ട്, ഈവൻ കാറിലൊക്കെ വെച്ച് ബിരിയാണി 50 രൂപ 80 രൂപ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുക. ഇതൊക്കെ എവിടെ നിന്നാണ് എങ്ങനെയാണ് ചെയ്തു വന്നതെന്നും അതിന് സേഫ്റ്റി സ്റ്റാൻഡേർഡ് ഓഫ് ഇന്ത്യയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ, ഇതൊക്കെ അവരിതൊക്കെ മെയിൻറ്റെയിൻ ചെയ്താണ് ചെയ്യുന്നതെന്നൊന്നും അറിയാൻ പാടില്ല. കാര്യം ടേസ്റ്റി ആയിരിക്കാം ഫുഡ്, പക്ഷെ അത് എത്രമാത്രം ഹൈജീനിക് ആണ് എന്ന് എൻഷുർ ചെയ്യേണ്ടത്. അപ്പൊ അതിലാണ് ഒരു ബേസിക് ഇരിക്കുന്നത്. അത് ഫോളോ ചെയ്ത് പോയാൽ നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്നാണ് എന്റെ വിശ്വാസം. ബേസിക് ആയിട്ടുള്ള മയണൈസ് ഉണ്ടാക്കണ എഗ് യോക്കും ഓയിലും കൂടി മിക്സ് ചെയ്ത് ഒരു നിശ്ചിത ഒരു പ്രൊപ്പോർഷനിൽ മിക്സ് ചെയ്ത് ഒരു ടൈം എടുത്ത് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. ആ ഒരു മയണൈസ് ഒരു ചെറിയ ക്വാണ്ടിറ്റിയൊക്കെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എഗ് എന്ന് പറയുമ്പോഴത്തേക്ക് അറിയാം എല്ലാവർക്കും അല്ലെങ്കിൽ സാൽമണല്ല ഉണ്ടാവും, കുക്ക് ചെയ്യാണ്ട് വരുമ്പോൾ അതൊക്കെ ഉണ്ടാവും. പക്ഷെ അത് ഓയിലായിട്ട് ചെന്ന് മിക്സ് ആയി കഴിയുമ്പോൾ അത് ഈ സാലഡിലൊക്കെ ഉപയോഗിക്കാം. പക്ഷെ അത് എപ്പോഴും സ്റ്റോർ ചെയ്യുമ്പോൾ അതിന് ഞാൻ പറഞ്ഞ പോലെ അത് ഇത്ര ക്രിട്ടിക്കലാണ്. സ്റ്റോർ ചെയ്യുന്ന ടെമ്പറേച്ചർ കറക്റ്റ് ആയിരിക്കണം. സ്റ്റോർ ചെയ്യണം, അത് യൂസ് ചെയ്യണ യൂട്ടൻസിൽസ് അത് തുറന്നു വെക്കാൻ പാടില്ല. സ്റ്റോർ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ അത് പല സ്പൂണ് കൊണ്ട് പല പാത്രങ്ങൾ കൊണ്ട് എടുക്കാൻ പാടില്ല. അല്ലെങ്കിൽ അതിന് ഇത്ര ദിവസം ഇന്നുണ്ടാക്കിയാൽ നാളത്തേക്കുള്ളിൽ യൂസ് ചെയ്ത് തീർക്കണം. അങ്ങനെയൊക്കെയുള്ള അത് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നമ്മൾ ഫോളോ ചെയ്യണമെങ്കിൽ പ്രശ്നമില്ല. മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. വെജ് മയോണൈസ് എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്നുണ്ട്. അതൊക്കെ വൺസ് നമ്മളൊരു പാക്കറ്റിൽ നിന്ന് അവരെ പൊട്ടിച്ച് കഴിഞ്ഞാൽ, എയർ കയറി കഴിഞ്ഞാൽ ബാക്ടീരിയയുടെ പുറത്തുള്ള ഇതായിട്ട് ഒരു കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് പിന്നെ സ്റ്റോർ ചെയ്തില്ലെങ്കിൽ അൺസേഫ്, അത് ക്രിട്ടിക്കൽ ആവും. സ്റ്റോറിംഗ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. പിന്നെ അതുപോലെ ഹാൻഡ്ലിംഗ് അതിനെ കൊണ്ട് ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ വി ആർ എന്താ പറയുക സേഫ് ഗെയിം. നഗരസഭ മുഴുവൻ സ്ഥാപനങ്ങളിലും ഫുഡ് കൊടുക്കുന്ന സ്ഥാപനങ്ങളിലും അടിയന്തരമായി ഒരു സ്ക്വാഡ് പ്രവർത്തനം നടത്തുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ കൈക്കൊള്ളുന്ന മുൻകരുതൽ വ്യക്തമാക്കുന്നു തൃക്കാക്കര മുനിസിപ്പാലിറ്റി ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റാഷിദ് ഉള്ളംപിള്ളി. മുഴുവൻ ഹോട്ടലുകൾ, വ്യാപാര വ്യവസായികളുടെ ഇടയിലും ഒരു അവയർനെസ്സും കൊടുക്കുന്നുണ്ട്. വെള്ളം ചൂടാക്കി ഉപയോഗിക്കണം. കൂടാതെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് സഹകരിച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിലവിൽ നഗരസഭ പരിധി വരുന്ന സ്ഥാപനങ്ങളിലാണ് നമ്മൾ 5 ജയിച്ചമാർക്ക് ഡിവൈഡ് ചെയ്ത് 48 വാർഡുകളിലെ സ്ഥാപനങ്ങളിലും യഥാവിധി കയറി ഒരു നമ്മള് ചെക്ക് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ ഹോട്ടൽ. അതുകൂടാതെ അവർക്ക് അവയർനെസ് കൂടി കൊടുക്കുന്നുണ്ട്. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ചേച്ചിമാരും അതിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്, ജയിപ്പിച്ചന്മാർ ഉൾപ്പെടെ. നമ്മൾ തൃക്കാക്കര മുനിസിപ്പൽ പ്രദേശത്ത് അനധികൃതമായ കടകളെല്ലാം പൊളിച്ചു മാറ്റിയായിരുന്നു. നിലവിലെ ലൈസൻസ് ഇല്ലാത്ത കടകൾ ഇല്ല എന്നാണ് വിശ്വസിക്കുന്നത്. തട്ടുകടകൾ തൃക്കാക്കര മുനിസിപ്പാലിറ്റി 2 മാസത്തിന് മുമ്പ് എല്ലാം പൊളിച്ച് നീക്കം ചെയ്തായിരുന്നു. ഇനി അതും പൊളിച്ചു മാറ്റി. അല്ലാതെ നിയമവിരുദ്ധമായി ചെയ്യുന്ന കച്ചവട സ്ഥാപനങ്ങൾക്കെല്ലാം നമ്മൾ പരിഷ്കരണം വിധേയമാക്കുന്നത്. ഓൺലൈൻ ബാങ്കിങ് ഉണ്ടല്ലോ, അത് ഉൾപ്പെടെ നമ്മൾ പരിശോധിക്കുന്നുണ്ട്. കൂടാതെ ഹോട്ടൽ, റെസ്റ്റോറന്റുകൾ, അറവുശാലകൾ, കോഴിക്കടകൾ എല്ലാം നമ്മൾ പരിശോധിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി. എന്റെ പേര് MM സക്കീർ. ഞാൻ കേരള ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് യൂണിയന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റും റിട്ടയർഡ് ഹെൽത്ത് ഇൻസ്പെക്ടറുമാണ്. കേരളത്തില് ഭക്ഷ്യവിഷബാധ എപ്പോഴും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. ഈ തവണയും എറണാകുളം പോലുള്ള വലിയ സിറ്റികളിൽ ഭക്ഷ്യവിഷബാധയേറ്റ് വളരെ കുറെ പേർ ആശുപത്രിയിൽ ചികിത്സ നേടിയിട്ടുണ്ട്. ഭക്ഷ്യവിഷബാധ തടയുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ പല മാർഗങ്ങളും പല നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ പോലും അത് കറക്റ്റായിട്ട് പാലിക്കപ്പെടുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ശുദ്ധമായ കുടിവെള്ളം, ശുദ്ധമായ ഭക്ഷണ അന്തരീക്ഷം, അത് സംവിധാനം ചെയ്യുന്ന പോരായ്മകൾ, ഇതെല്ലാം ഇതിന്റെ ഒരു ഘടകങ്ങളാണ്. എന്നാൽ പോലും കേരളത്തില് 6 കോർപ്പറേഷനുകളിലും 87 മുനിസിപ്പാലിറ്റികളിലും 941 പഞ്ചായത്തുകളുമായിട്ടാണ് നമ്മുടെ സംസ്ഥാനം നിലനിൽക്കുന്നതെങ്കിൽ പോലും നിലവിലെ കേന്ദ്രീകൃത ഭക്ഷ്യ സുരക്ഷാ നിയമവും കേരള ഫുഡ് സേഫ്റ്റി ആക്ടും 2006, കേരള മുനിസിപ്പൽ ആക്ട് 1994, കേരള പബ്ലിക് ഹെൽത്ത് ആക്ട് 2023 ഇങ്ങനെ സംയോജിതമായിട്ട് തന്നെയാണ് നിയമങ്ങളുള്ളത്. പക്ഷെ ഈ നിയമങ്ങൾ നടപ്പിലാക്കേണ്ടി വരുന്ന, ഇല്ലെങ്കിൽ അത് പരിശോധിക്കേണ്ട ആളുകളുടെ പോരായ്മകളാണ് നമുക്ക് ഇവിടെ എല്ലാം വരുന്നത്. നിലവിലെ വളരെ ശക്തമായിട്ടുള്ള പരിശോധനാ ക്രമങ്ങൾ പഞ്ചായത്ത് തലത്തിലൊക്കെ നടക്കുന്നുണ്ട്. നിയോജക മണ്ഡല അടിസ്ഥാനത്തിലാണ് ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സിന്റെ ഒഴിവുകളും മറ്റുള്ള കാര്യങ്ങളുള്ളത്. അതിന്റെ ഒരു പോരായ്മകളും കാര്യങ്ങളാണ്. ഫലപ്രദമായി ഒരു കോംപ്രഹെൻസീവ് ആയിട്ട് ഈ 3 വിഭാഗവും, കേരള ഫുഡ് സേഫ്റ്റി ആക്ടും, കേരള മുനിസിപ്പൽ ആക്ടും, കേരള പഞ്ചായത്ത് രാജ് ആക്ടും, അല്ലെങ്കിൽ അതിന്റെ കൂടൊപ്പം തന്നെ കേരള പൊതുജനാരോഗ്യ നിയമം, ഏകീകരിച്ചിട്ടുള്ള നിയമം എല്ലാം കൂടെ സംയുക്തമായിട്ട് ഈ വിഭാഗം ജീവനക്കാരെ വളരെ ശക്തമായിട്ട് ഒരു കോംപ്രഹെൻസീവ് ആയിട്ട് നിയമിച്ച് അതിന്റെ ഒരു പരിശോധന റൊട്ടീനായിട്ട് നടത്തി കഴിഞ്ഞാൽ തന്നെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. കാരണം വിദേശ രാജ്യങ്ങളിലെ
സ്ഥലങ്ങളിലെല്ലാം ഭക്ഷ്യസുരക്ഷയ്ക്ക് വളരെ ശക്തമായിട്ടുള്ള നിയമങ്ങളാണ് ഉള്ളത്. നമ്മുടെ സ്ഥലത്ത് അത് നിയമങ്ങളുടെ പോരായ്മകൾ ഉണ്ടെങ്കിൽ പോലും അത് ഉണ്ടാക്കുന്ന കുറെ പ്രശ്നങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്. ശുദ്ധമായ കുടിവെള്ളം ലഭ്യമല്ല, ശുദ്ധമായ ഭക്ഷണം പാചകം ചെയ്യുന്ന അന്തരീക്ഷം വളരെ മോശമാണ്. അങ്ങനെ പല ഘടകങ്ങൾ ഉണ്ടെങ്കിൽ പോലും നിലവില് കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ട് എല്ലാ വകുപ്പുകളും ഇടപെടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഓവർ ഹെഡ് ടാങ്ക്, നമ്മളുടെ കുടിവെള്ളം ശേഖരിക്കുന്ന ടാങ്കുകളുടെ പരിശോധനകളാണ് എല്ലായിടത്തും വേണ്ടതെന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം പരിശോധനാ വേളയിൽ എപ്പോഴും ഓവർ ഹെഡ് ടാങ്കിന്റെ പരിസരത്ത് പോലും നമ്മുടെ ആളുകളൊന്നും പോകാറില്ല. കോമൺ ആയിട്ടുള്ള ബിൽഡിങ്ങിൽ ഒരു വെള്ളത്തിന്റെ ശേഖരണത്തിന് വേണ്ടി മാത്രം ഒരു ടാങ്ക് ഉണ്ടാവും. അത് പരിശോധിക്കാൻ തന്നെ വളരെ ഇതായിട്ടാണ് നിൽക്കുന്നത്. വെള്ളത്തിന്റെ കുടിവെള്ള പരിശോധന മസ്റ്റായിട്ടും വേണ്ടതാണ്. അതുകൂടാതെ ഭക്ഷ്യ പദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്നവരുടെ ഹെൽത്ത് കാർഡ്, അതും വളരെ കർശനമായിട്ട് നിയമങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും അതും സമീപകാലത്ത് വരെ പാലിക്കപ്പെട്ടിട്ടുണ്ടായില്ല. പക്ഷെ ഇപ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അത് ഗവൺമെന്റ് ഇടപെടുന്നുണ്ട്. അപ്പൊ നിലവില് ഹെൽത്ത് കാർഡുകൾ കൂടുതൽ, കാരണം അതിഥി തൊഴിലാളികളാണ് കൂടുതലും നമ്മളെ ഈ പറഞ്ഞ ഭക്ഷണ ശൃംഖലയായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ശക്തമായിട്ടുള്ള ഒരു ബോധവൽക്കരണവും ഹെൽത്ത് കാർഡും അവർക്ക് രോഗമില്ല എന്ന് ഉറപ്പുവരുത്തുകയും വേണം. പിന്നെ ഈ പറഞ്ഞ ഭക്ഷണം വിളമ്പുന്ന സ്ഥലം മാത്രം ഒരു ആർഭാടമായി കാണുന്ന നമ്മൾ അത് പാചകം ചെയ്യുന്ന അടുക്കള ഭാഗത്തുണ്ടാകുന്ന ശോചനീയ അവസ്ഥകളാണ് പല സ്ഥലത്തും പല രീതിയിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അപ്പൊ ഇത് നിലവിൽ ഈ ശക്തമായ നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഈ വിഭാഗങ്ങളെല്ലാം സംയുക്തമായിട്ട് തന്നെ ഒരുമിച്ച് ആ ഒരു നിയമങ്ങൾ ശക്തമായിട്ട് നടപ്പിൽ വരുത്തിയാൽ മാത്രമേ വളരെ വലിയ മാറ്റങ്ങൾ, വികസിത രാജ്യങ്ങൾ പോലുള്ള മാറ്റങ്ങൾ നമുക്കും കൊണ്ടുവരാൻ സാധിക്കുള്ളൂ എന്നൊരു അഭിപ്രായം രേഖപ്പെടുത്തുന്നു. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭക്ഷ്യ വിഷബാധ യാതൊരു വിധത്തിലും അനുവദനീയമല്ല. അത് ബിലോ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ആണ്. നമ്മുടെ ഒരു പൊതുജനങ്ങൾക്ക് വേണ്ട ഓരോ രാജ്യങ്ങളിലും പൊതുജനങ്ങൾക്ക് വേണ്ട സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗിന് വളരെ താഴെ നിൽക്കുന്ന ഒരു സംഗതിയാണ് ഈ ഭക്ഷ്യ വിഷബാധ. അത് ഉണ്ടാവുക എന്നുള്ളത് ഒരു ആധുനിക പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ല. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഭക്ഷ്യവിഷബാധയും അതിന്റെ സാഹചര്യവും വ്യക്തമാക്കുന്നു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റും IMA ഭാരവാഹിയുമായ ഡോക്ടർ രാജീവ് ജയദേവൻ. കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയോ അല്ലെങ്കിൽ കുടിക്കുന്ന വെള്ളത്തിലൂടെയോ നമ്മുടെ ഉള്ളിൽ അണുബാധ, രോഗബാധ ഉണ്ടാക്കുന്ന സൂക്ഷ്മാണുക്കൾ ഉള്ളിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന രോഗാവസ്ഥയ്ക്കാണ് ഭക്ഷ്യവിഷബാധ എന്ന് ചുരുക്കി പറയുന്നത്. മലിനമായിട്ടുള്ള ജലം ഉള്ളിൽ ചെന്നാൽ അല്ലെങ്കിൽ മലിനമായിട്ടുള്ള ഭക്ഷണം ഉള്ളിൽ ചെന്നു കഴിഞ്ഞാലാണ് ഈ ഭക്ഷ്യവിഷബാധ ഉണ്ടാകുന്നത്. അപ്പോൾ മലിനമായിട്ടുള്ള ജലം നമുക്കറിയാം, ക്ലോറിനേറ്റഡ് അല്ലാത്ത വെള്ളം, വെരിഫൈ ചെയ്യാൻ സാധിക്കാത്ത സ്രോതസ്സുകളിൽ നിന്നുള്ള വെള്ളം ഉള്ളിൽ ചെല്ലുകയാണെങ്കിൽ അവയിൽ രോഗാണുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പൊതുവെ നമ്മുടെ പബ്ലിക് വാട്ടർ സപ്ലൈ സേഫ് ആണ്. ക്ലോറിനേറ്റഡ് ആയിട്ടുള്ള വെള്ളമാണ്. നദികളിൽ നിന്നും മറ്റും വരുന്ന ജലം അത് ശാസ്ത്രീയമായി അണുവിമുക്തമാക്കിയതിനു ശേഷമാണ് നമ്മുടെ പൈപ്പുകളിൽ കൂടി വരുന്നത്. പക്ഷെ അതിന് 1-2 കാവിയാറ്റ് ഉണ്ട്, കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, നമ്മുടെ പൈപ്പുകൾ എവിടെയും ലീക്ക് ആകാൻ പാടില്ല. നമുക്ക് അറിയാം, നമ്മുടെ ഭൂമിയുടെ അടിയിൽ കൂടിയാണ് ഈ പൈപ്പുകൾ സഞ്ചരിക്കുന്നത്. ചിലപ്പോൾ പഴയ പൈപ്പുകൾ ദ്രവിച്ച് പൊട്ടാനോ ഒക്കെ സാധ്യതയുണ്ട്. അങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ പലപ്പോഴും മലിനമായിട്ടുള്ള ജലം ഈ പൈപ്പുകൾക്കുള്ളിൽ കടക്കുകയും ആ ജലം പൊതുജനങ്ങളിലേക്ക് എത്തുകയും ചെയ്യും. അത് അപൂർവം സന്ദർഭങ്ങളിൽ മാത്രം. പക്ഷെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പബ്ലിക് വാട്ടർ സപ്ലൈ സേഫ് ആണ്. അപ്പോൾ വെരിഫൈ ചെയ്യാൻ സാധിക്കാത്ത സ്രോതസ്സുകളിൽ നിന്നും വരുന്ന വെള്ളം അവയിൽ പ്രത്യേകിച്ചും മഴക്കാലമാകുമ്പോഴേക്കും ശുചിമുറി മാലിന്യം എവിടുന്നെങ്കിലും എത്തിച്ചേരുകയും അവ കണ്ടാമിനേറ്റഡ് ആവുകയും ചെയ്യുന്നു. പല ജീവികളും, അതായത് സൂക്ഷ്മജീവികളും ഉള്ള ഒരു സംഗതിയാണ് ഈ ശുചിമുറി മാലിന്യം. അത് പൂർണ്ണമായും ശാസ്ത്രീയമായി സംസ്കരിക്കേണ്ട സംവിധാനം നമ്മുടെ സംസ്ഥാനത്തോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലോ നിലവിലില്ല. അതുമൂലം പ്രത്യേകിച്ച് മഴക്കാലത്ത് ഇത് നമ്മുടെ കുടിവെള്ള സ്രോതസ്സുകളെ ബാധിക്കാനും ഒഴുകി വന്ന് അത് മലിനമാക്കാനും സാധ്യതയുണ്ട്. അതേ തുടർന്നാണ് വലിയ വലിയ ഔട്ട് ബ്രേക്കുകൾ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ളത്. ഇനി ഈ ഭക്ഷ്യവിഷബാധ ഉണ്ടാകുന്ന എല്ലാവർക്കും രോഗം പ്രകടമാകണം എന്നില്ല. നമുക്കറിയാം, നമ്മൾ എല്ലാവരും തന്നെ വ്യത്യസ്തരായിട്ടുള്ള വ്യക്തികളാണ്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് വ്യത്യാസമുണ്ട്. 3 വ്യക്തികളെ എടുത്തു കഴിഞ്ഞാൽ ആ 3 വ്യക്തികളും വ്യത്യസ്തമായിട്ടുള്ള ഇമ്മ്യൂൺ മെമ്മറിയും സിസ്റ്റവും ഉള്ളവരാണ്. അപ്പോൾ ഈ 3 പേരും ഒരേ മലിനമായിട്ടുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ ഒരാൾക്ക് മാത്രമേ രോഗാവസ്ഥ ഉണ്ടാവുകയുള്ളൂ. കാരണം മറ്റു 2 പേർക്കും ഈ മലിനമായിട്ടുള്ള ഭക്ഷണം ഉള്ളിൽ ചെന്നാൽ പോലും അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ പ്രത്യേകത മൂലം അവയ്ക്ക് ഇതിനെ തുരത്താൻ സാധിച്ചു എന്നിരിക്കും. പക്ഷെ തുരത്താൻ സാധിക്കാത്ത 3ാമത്തെ വ്യക്തിക്കായിരിക്കും രോഗാവസ്ഥ ഉണ്ടാകുന്നത്. പലപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ്, എന്താണ് ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച എല്ലാവർക്കും രോഗം വരാത്തത്? അതിന്റെ കാരണം എന്താണ്? ഭക്ഷണം ഉള്ളിൽ ചെല്ലുന്നതിന്റെ തോതും വ്യത്യസ്തമായിരിക്കും. എല്ലാവരും ഒരേ ഹോട്ടലിൽ നിന്നും ഒരേ ഭക്ഷണമല്ല കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ വേരിയേഷൻ ഉണ്ട്. ഭക്ഷ്യവിഷബാധ ഏറ്റ് മരണത്തിലേക്ക് വരെ എത്തുന്ന സാഹചര്യം എന്താണ് ഡോക്ടർ? മരണം എങ്ങനെ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഗുരുതര രോഗാവസ്ഥ എങ്ങനെ ഉണ്ടാകും, അത് കൂടുതലും ചികിത്സ വൈകുമ്പോഴാണ്. കേരളത്തിൽ നടന്നിട്ടുള്ള മരണങ്ങളുടെ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും ഇത് ചെറുപ്പക്കാരിലാണ് ഈ മരണങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. അതിൽ ചികിത്സ വൈകിയതിനെ തുടർന്നാണ് അവരുടെ രോഗം കഠിനമായിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
ചെറിയ രീതിയിലുള്ള വയറിനുള്ള അസ്വസ്ഥതയൊക്കെ മിക്കവരും വീട്ടിൽ തന്നെയാണ് ചികിത്സിക്കുന്നത്. അതിന് തെറ്റ് പറയാനും സാധിക്കില്ല. കാരണം ചെറിയ വയറിന് അസ്വസ്ഥതയുള്ള എല്ലാവരും കൂടി ആശുപത്രിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആശുപത്രി എല്ലാം ബ്ലോക്ക് ആയി പോകും. അതിന്റെ ആവശ്യവുമില്ല. അതുകൊണ്ട് തന്നെ മൈനർ ആയിട്ടുള്ള പ്രശ്നങ്ങൾ വീട്ടിൽ തന്നെ ചികിത്സിക്കേണ്ടതാണ്. വീട്ടിൽ തന്നെ ഇരുന്നിട്ടും അവസ്ഥ മാറാതെ അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള ലക്ഷണങ്ങളുമായി വീട്ടിൽ തന്നെ ഇരിക്കുന്ന വ്യക്തികൾക്കാണ്, അല്ലെങ്കിൽ ചികിത്സ വേണ്ട, എനിക്ക് ആവശ്യമില്ല, പിന്നീടാകാം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ചികിത്സ തേടാനുള്ള സൗകര്യമില്ലാത്തവർ, അങ്ങനെയുള്ളവരിലാണ് പ്രധാനമായും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അമിതമായിട്ടുള്ള അളവിൽ ഈ ഭക്ഷണവും ഉള്ളിൽ ചെന്നിട്ടുള്ളവർ, വിഷാംശം കലർന്ന കറികളോ മറ്റോ ഉള്ളിൽ കൂടുതൽ അളവിൽ ചെന്നവർക്കും കൂടുതൽ ലക്ഷണങ്ങൾ ഉണ്ടാവുകയും അവരുടെ ശരീരത്തിൽ കൂടുതൽ രോഗാണുബാധ ഉണ്ടാവുകയും അല്ലെങ്കിൽ ടോക്സിൻസ് കൂടുതൽ കയറി ചെല്ലുകയും ചെയ്യും. അവർക്കും സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. അനുബന്ധ രോഗങ്ങളുള്ളവർ, വാർദ്ധക്യത്തിലുള്ളവർ, ചെറിയ കുഞ്ഞുങ്ങൾ, ഇവരൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഈ രോഗം കഠിനമാകാനുള്ള സാധ്യതയുള്ള ഗണത്തിൽപ്പെട്ട വ്യക്തികളാണ്. അതുകൊണ്ട് ഇത്തരം വ്യക്തികളിൽ ഈ വിഭാഗം, അതായത് എക്സ്ട്രീംസ് ഓഫ് ഏജ് എന്ന് പറയും, തീരെ ചെറിയ പ്രായത്തിലുള്ളവർ, വാർദ്ധക്യത്തിലുള്ളവർ, അതുപോലെ തന്നെ അതിനിടയ്ക്കുള്ളവരായാലും അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള അനുബന്ധ രോഗമുള്ളവർ കൂടുതൽ സൂക്ഷിക്കണം എന്നുള്ളതാണ്. ചെറിയ വയറിളക്കമോ മറ്റോ ആണ് ഉള്ളതെങ്കിൽ, കഠിനമായ പനിയില്ല, ഛർദിയില്ല, പൊതുവെ ആൾ ആരോഗ്യവാനാണ് അല്ലെങ്കിൽ ആരോഗ്യവതിയാണ്, ചെറിയ രീതിയിലുള്ള വയറിളക്കമോ ഉള്ളൂ എങ്കിൽ വീട്ടിൽ തന്നെ ചികിത്സിക്കാവുന്നതാണ്. ORS ആണ് നമ്മുടെ ശരീരത്തിലെ നിർജ്ജലീകരണം പരിഹരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. എന്നാൽ കഠിനമായ ഛർദി അല്ലെങ്കിൽ കഠിനമായിട്ടുള്ള വയറിളക്കം, നിർജ്ജലീകരണം, ക്ഷീണം, ദേഹം തളരുന്ന അവസ്ഥ, കൂടിയ പനി, വയറുവേദന, രക്തം പോവുക, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുള്ളവർ വീട്ടിൽ ചികിത്സയ്ക്ക് മുതിരരുത്. ഉടൻ തന്നെ ഡോക്ടറെ കോൺടാക്ട് ചെയ്യുകയും ഉചിതമായിട്ട് ചികിത്സ ഔട്ട് പേഷ്യന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻ പേഷ്യന്റ് ആയിട്ടോ 1-2 ദിവസം കിടന്ന് ചികിത്സിക്കുന്നതുമാണ് നല്ലത്. ഭക്ഷ്യവിഷബാധയിൽ നാം വിറങ്ങലിച്ചു നിൽക്കുമ്പോഴും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നതിനുള്ള താല്പര്യത്തിന് വലിയ മാറ്റങ്ങൾ വന്നിട്ടില്ല. കാരണം അത്രയേറെ നമ്മുടെ എല്ലാവരുടെയും ജീവിതശൈലിയുടെ ഭാഗമാണ് ഹോട്ടൽ ഭക്ഷണങ്ങളുടെ ആവശ്യം. അവിടെ തീർച്ചയായും വൃത്തിയുള്ളതും സുരക്ഷിതവുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ തന്നെ വിതരണം ചെയ്യപ്പെടണം. ശുചിത്വമുള്ള ഭക്ഷണ സംസ്കാരം വളർത്തിയെടുക്കാൻ നാം ഓരോരുത്തരുടെയും ശ്രദ്ധയും ഒപ്പം ബന്ധപ്പെട്ട അധികാരികളുടെ സൂക്ഷ്മമായ പരിശോധനയും ഉണ്ടായേ തീരൂ. നിർവഹണം റിയ. സഹകരണം ഹസീന ഇബ്രാഹിം. സമകാലികം.